Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് the line integral over c xy plus y square dx plus x square dy where c is bounded by y equal to x and y equal to x square and positively oriented. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഗ്രീൻസ് തിയറം എഴുതണം. എന്താണ് ഗ്രീൻസ് തിയറം? By Green's theorem integral over c f of xy dx plus g of xy dy is equal to Green's theorem പറയുന്നത് എങ്ങനെയാണ്? ഡബിൾ ഇന്റഗ്രൽ r dou g by dou x minus dou f by dou y, dou g by dou x minus dou f by dou y into dA. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വി റൈറ്റ് ദി ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പൊ ഗ്രീൻസ് തിയറം അനുസരിച്ച് ഇന്റഗ്രൽ ഓവർ c f of xy dx plus g of xy dy ചെയ്യാനായിട്ട് ഇത് ചെയ്താൽ മതി. ഡബിൾ ഇന്റഗ്രൽ ഓവർ r dou g by dou x minus dou f by dou y into dA. എന്താണ് ഇവിടെ f, എന്താണ് g? f എന്ന് പറയുന്നത് ടേക്ക് f is equal to dx ന്റെ കോഎഫിഷ്യന്റ്. dx ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? xy plus y square. എന്താണ് g? g എന്ന് പറയുന്നത് dy യുടെ കോഎഫിഷ്യന്റ് x square. ഇനി നമ്മൾ dou f by ഈ f നെ നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. f നെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dou f by dou y is equal to ഇവിടെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്, x into 1 പ്ലസ് y സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 2y. അപ്പോൾ dou f by dou y കിട്ടി. ഇനി dou g by dou x എന്താണ്? dou g by dou x എന്ന് പറഞ്ഞാൽ 2x ആണ്. ഇനി dou g by dou x minus dou f by dou y എന്ന് പറഞ്ഞാൽ എന്താണ്? 2x minus x plus 2y എന്ന് പറഞ്ഞാൽ എന്താണ്? x minus 2y. 2x minus x എന്ന് x കുറച്ചാൽ x കിട്ടും. x minus 2y. ഇത് നമ്മുടെ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ r ഇവിടെ dou g by dou x minus dou f by dou y നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? x minus 2y into d. ഇങ്ങനെ dou g by dou x കണ്ടുപിടിച്ചു, dou f by dou y കണ്ടുപിടിച്ചു, നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി dA എന്നുള്ളതാണ്. dA എന്നുള്ളത് നമുക്ക് dx dy എന്ന് എടുക്കാം, dy dx എന്ന് എടുക്കാം. ഏത് വിധത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ഞാൻ dy dx എടുക്കുകയാണ്. That is equal to double integral x minus 2y dy dx. ഇനി നമുക്ക് y യുടെയും x യുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. അടുത്ത പ്രൊസീജിയർ we have to find out the limits of y and x. x ന്റെ y യുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണ മാർഗം ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. c is bounded by c എന്നുള്ള കർവ് bounded by y equal to x and y equal to x square. അപ്പോൾ നമ്മൾ x ആക്സിസ് വരയ്ക്കാം. വരച്ചു x x dash y y dash then y equal to x എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിലൂടെ വരുന്ന ലൈനാണ്. ഒറിജിനിലൂടെ വരുന്നത് ഈ ലൈനിന്റെ പേര് എന്താണ്? y equal to x. y equal to x square. y equal to x square എന്ന് പറഞ്ഞാൽ ഒരു പരാബോളയാണ്. നമുക്ക് രണ്ട് സൈസ് പരാബോളയുണ്ട്. ഒരു പരാബോള എന്താണ്? ഇങ്ങനെ വരുന്ന പരാബോള. ഈ പരാബോളയുടെ പേര് എന്താണ്? y square equal to 4ax. Symmetric about the positive side of the x axis. പിന്നെ ഇങ്ങനെ വരുന്ന ഒരു പരാബോളയുണ്ട്. ആ പരാബോളയുടെ പേര് എന്താണ്? ആ പരാബോളയുടെ x square is equal to 4a. അങ്ങനെ രണ്ട് ടൈപ്പ് പരാബോള ഉണ്ട്. ഈ പരാബോള രണ്ടും പഠിക്കണം. ഇവിടെ നമുക്ക് y equal to x square എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് പരാബോളയാണ്. x square equal to 4a. x ന്റെ പവർ ആണ് 2. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പരാബോള എടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ആ രണ്ട് പരാബോള നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട പരാബോള ഏതാണ്? സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിൽ നമ്മൾ പരാബോള വരച്ചു. ഇതാണ് നമ്മുടെ പരാബോള. ഈ പരാബോളയുടെ പേര് എന്താണ്? ഈ പരാബോളയുടെ പേരാണ് y equal to x square. അപ്പൊ നമ്മുടെ റീജിയൻ ഇതാണ്. നമുക്ക് റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ dy dx ആണ്. dy dx ആവുമ്പോൾ നമുക്ക് y യുടെ ലിമിറ്റ് ആണ് ആദ്യം കിട്ടേണ്ടത്. y യുടെ ലിമിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സ്ട്രിപ്പ് എങ്ങനെ വരയ്ക്കണം? പാരലൽ ടു y ആക്സിസ്. y ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കാം. y ആക്സിന് പാരലൽ ആയിട്ട് റീജിയനിൽ സ്ട്രിപ്പ് വരയ്ക്കുന്നത് ഇങ്ങനെ സ്ട്രിപ്പ് വരച്ചു. ഈ സ്ട്രിപ്പിന്റെ താഴെയുള്ള പോർഷൻ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ പരാബോളയിലാണ്. ഈ പരാബോളയുടെ പേര് എന്താണ്? y equal to x square ആണ്. y equal to x square.
y equal to x square ആണ്, x is equal എന്താണ് റൂട്ട് y അല്ല y is equal to x square. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ത് കിട്ടും നമുക്ക്? that is equal to double integral x minus 2y into dy dx. y യുടെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ താഴെ ടച്ച് ചെയ്യുന്ന പരാബോളയുടെ പേര് y equal to x square ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് x square. ഇനി അപ്പറിലെ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ലൈനിന്റെ പേര് എന്താണ്? y equal to x. അപ്പർ ലിമിറ്റ് എന്താണ്? x. അപ്പൊ ലോവർ ലിമിറ്റ് കിട്ടി, അപ്പർ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് x ന്റെ ലിമിറ്റ് കിട്ടണം. x വേരീസ് ഫ്രം, അത് ആക്സിസ് ആണ് നോക്കുന്നത്, 0. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കും. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പരാബോളയും ഈ ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y equal to x square ആണ് ഒരു ഇക്വേഷൻ, മറ്റേത് y equal to x ആണ്. അപ്പോൾ y equal to x കൊടുക്കുമ്പോൾ x equal to x square വരും. അപ്പോൾ x square minus x is equal to 0 വരും. x into x minus 1 is equal to 0 വരും. അപ്പോൾ x is equal to 0 or x is equal to 1. x is equal to 0 ആവുമ്പോൾ y is equal to എന്താണ്? y equal to 0. x is equal to 1 ആവുമ്പോൾ y is equal to എത്രയാണ്? അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എന്ത് കിട്ടും? 1 1. അങ്ങനെ വരുമ്പോൾ x varies from 0 to. അപ്പോൾ നമ്മൾ റീജിയൻ വരച്ച് dy യുടെയും dx ന്റെയും x ന്റെയും y യുടെയും ലിമിറ്റ് കണ്ടുപിടിച്ചു. y യുടെ ലിമിറ്റ് നമ്മൾ റീജിയനിൽ ഒരു സ്ട്രിപ്പ് വരച്ചു. ആ സ്ട്രിപ്പ് എങ്ങനെയാണ് വരച്ചത്? പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കണം. എന്തുകൊണ്ടാണ് y ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചത്? dy dx ആണ്. ഇപ്പൊ നേരെ മറിച്ച് dx dy എടുത്തെങ്കിലോ x ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കണം. ഇവിടെ നമ്മൾ dy dx ആണ് എടുത്ത് നമുക്ക് ഈ പ്രോബ്ലം dy dx ലും ചെയ്യാം, dx dy ലും ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് ഏതിലാണ്? dy dx ആണ് ചെയ്യുന്നത്. അപ്പൊ dy dx നമ്മൾ ചെയ്യുമ്പോൾ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് പാരലൽ ടു y ആക്സിസ്. അപ്പൊ ഈ വരയ്ക്കേണ്ടത് എവിടെയാണ്? ഇതാണ് നമ്മുടെ റീജിയൻ ഇതാണ്. അതായത് ഈ ലൈനും ഈ പരാബോളയും കൂടി ഒരുമിച്ച് വരുന്ന കോമൺ പാത്ത്. അപ്പൊ സ്ട്രിപ്പ് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ പരാബോളയാണ്. ഈ പരാബോളയുടെ പേരെന്താണ്? y equal to x square ആണ്. അപ്പൊ താഴെ ടച്ച് ചെയ്യുന്ന പരാബോളയാണ്. അപ്പൊ y യുടെ ലോവർ ലിമിറ്റ് x square. മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ലൈനിലാണ് y equal to x. ഈ x വേരീസ് ഫ്രം ആക്സിസ് നോക്കാം 0 to അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ പരാബോളയും ലൈനും കൂടി സോൾവ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ x ന്റെ വാല്യൂ 0 1 കിട്ടും. x 0 ആകുമ്പോൾ y 0 ആണ്, x 1 ആകുമ്പോൾ y 1 ആണ്. അപ്പോൾ x വേരീസ് ഫ്രം 0 to 1. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരും. നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. This is equal to integral 0 to 1. ഇവിടെ ആദ്യം നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ആരാണ്? x കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? xy. y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? y square by 2. ലോവർ ലിമിറ്റ് x square, അപ്പർ ലിമിറ്റ് x. ലോവർ ലിമിറ്റ് x square, അപ്പർ ലിമിറ്റ് x. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1. അപ്പർ ലിമിറ്റ് x കൊടുക്കുമ്പോൾ ഇവിടെ നോക്കി x y ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ x സ്ക്വയർ മൈനസ് ഇവിടെ 2y സ്ക്വയർ ബൈ 2 ഉണ്ട് അല്ലേ? ഇവിടെ 2y x മൈനസ് 2y ആണ്. 2 ഉം 2 ക്യാൻസൽ ചെയ്തു പോകും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് x സ്ക്വയർ. അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? x സ്ക്വയർ മൈനസ് x സ്ക്വയർ കിട്ടി. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് x into x square x cube minus x raised to 4. അതിന് ഈ x square x കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും നോക്കി? ഇന്റഗ്രൽ 0 to 1 മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ x cube minus x raised to 4 dx. That is minus x raised to 4 by 4 minus x raised to 5 by 5. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 to 1 അപ്ലൈ ചെയ്യാം. ലിമിറ്റ് 0 to 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ആൻസർ കേട്ടോ. ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആദ്യം 1/4 മൈനസ് 1/5. ദാറ്റ് ഈസ് മൈനസ് 5 മൈനസ് 1. അപ്പോൾ 5 മൈനസ് 4 ഡിവൈഡ് ബൈ 20. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? മൈനസ് 1/20. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? മൈനസ് 1/20 എന്നാണ് ആൻസർ കിട്ടിയത്. ഇപ്പൊ ഗ്രീൻസ് തിയറി ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്തു. സിംഗിൾ ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്തു. ബസ് ഗ്രീൻസ് തിയറത്തിന്റെ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഗ്രീൻസ് തിയറി ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് ഇയർ ആയിട്ട് ഫോർമുല ഫോർ ഗ്രീൻസ് തിയറി. ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല എഴുതുക.
എന്താണ് ഫോർമുല? ഇന്റഗ്രൽ ഓഫ് സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി. അതാണ് നമ്മൾ ഫോർമുല എഴുതി വയ്ക്കുന്നത്. ഇനി നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എഫും കണ്ടുപിടിക്കണം, ജിയും കണ്ടുപിടിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിനാണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇനി ജി എന്ന് പറയുന്നത് ഡി വൈയുടെ കോഎഫിഷ്യന്റ്, അതാണ് എക്സ് സ്ക്വയർ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ, ജി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി എഫിനെ നമ്മൾ വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ജിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫിനെ നമ്മൾ വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2y കിട്ടും. ജിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x കിട്ടും. അപ്പൊ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ എത്ര കിട്ടി? എക്സ് പ്ലസ് 2y കിട്ടി. ഡോ ജി ബൈ ഡോ എക്സ് എത്ര കിട്ടി? 2x കിട്ടി. ഇനി ഡോ ജി ബൈ ഡോ എക്സ് നിന്ന് ഡോ എഫ് ബൈ ഡോ വൈ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2xൽ നിന്ന് 2x മൈനസ് ഓഫ് എക്സ് പ്ലസ് 2y. അപ്പൊ എക്സ് 2x എക്സ് കുറച്ച് എക്സ് വരും. അപ്പൊ എക്സ് മൈനസ് 2y ഡി വൈ ഡി എ. ഇനി ഡി എന്നുള്ളത് ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം, ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഡി വൈ ഡി എക്സ് എന്ന് എഴുതും. അങ്ങനെ ഡി വൈ ഡി എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വൈയുടെയും എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വേർ സി ഈസ് ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോസിറ്റീവ് ആക്സില് എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുക. ആ എക്സ് ആക്സിലും വൈ ആക്സിലും നമ്മൾ ഈ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനും വരയ്ക്കുക, y ഈക്വൽ ടു എക്സ് സ്ക്വയറും വരയ്ക്കുക. y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ എന്തായിരിക്കും? ഒറിജിനിലൂടെ വരുന്ന ലൈൻ, ഒറിജിനിലൂടെ വരുന്ന ലൈൻ. y ഈക്വൽ ടു എക്സ് കൊടുത്തു. y ഈക്വൽ ടു എക്സ് സ്ക്വയർ സിമെട്രിക് പരാബോള, ഒരു പരാബോളയാണ് സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. y ആക്സിസിന് സിമെട്രിക് ആയിട്ട് പോസിറ്റീവ് സൈഡിൽ വരുന്ന ഒരു പരാബോളയായിരിക്കും y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ ഈ ലൈനും പരാബോളയും വരച്ചു കഴിയുമ്പോൾ രണ്ടും കൂടി കോമൺ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. കോമൺ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ, ആ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീജിയൻ. പക്ഷെ ആ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യാം. ആ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? ആ റീജിയൻ ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡി വൈ ഡി എക്സ് ആണ്. അപ്പൊ വൈയുടെ ലിമിറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കാം. ആ സ്ട്രിപ്പ് എങ്ങനെയാ വരയ്ക്കേണ്ടത്? ആ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിന് പാരലായിട്ട് വരയ്ക്കണം ഡി വൈയുടെ ലിമിറ്റ് കാണാനായിട്ട്. ഇപ്പൊ ഡി എക്സിന്റെ ലിമിറ്റ് ആയിരുന്നെങ്കിലോ നമ്മൾ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ ഡി വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ റീജിയനിലാണ് വരയ്ക്കേണ്ടത് പാരലൽ ടു വൈ ആക്സിസ്. അങ്ങനെ പാരലൽ ടു വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ അതിന്റെ താഴെ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? പരാബോളയിലാണ്. പരാബോളയുടെ പേരെന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? എക്സ് സ്ക്വയർ. അത് മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ആ ലൈനാണ്. ലൈനിന്റെ പേരെന്താണ്? y ഈക്വൽ ടു എക്സ്. അപ്പൊ എക്സിൻ വൈയുടെ അപ്പർ ലിമിറ്റ് എന്ത് കിട്ടി? എക്സ്. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റും കിട്ടി, വൈയുടെ അപ്പർ ലിമിറ്റ്. ഇനി എക്സിന്റെ ലിമിറ്റ് കിട്ടണം. എക്സിന്റെ ലിമിറ്റ് ആക്സിസിലായിരിക്കും. അത് കണ്ടുപിടിക്കാനായിട്ട് 0 എന്ന് വേരി ചെയ്യുന്നു. എവിടം വരെ വേരി ചെയ്യുന്നുള്ള കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? ഈ പരാബോളയും ഈ ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിന് രണ്ടും കൂടി സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് 2 പോയിന്റ് കിട്ടും. 0 എന്നൊരു പോയിന്റും കിട്ടും, 1 എന്ന പോയിന്റ് കിട്ടും. എക്സ് 0 ആകുമ്പോൾ y 0 ആണ്, കാരണം y ഈക്വൽ ടു എക്സ് ആണ്. എക്സ് 1 ആകുമ്പോൾ y 0 ആണ്. അപ്പൊ എക്സിന് 0 എന്നൊരു പോയിന്റ് കിട്ടി, 1 എന്ന പോയിന്റ്, 2 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്സ് വേരീസ് ഫ്രം 0 to 1. അപ്പൊ 2 ലിമിറ്റും കിട്ടി, വൈയുടെ ലിമിറ്റും കിട്ടി, എക്സിന്റെ ലിമിറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം y വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് 2y. ആദ്യം y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എക്സ് മൈനസ് 2y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. y വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ആരാണ്? എക്സ് കോൺസ്റ്റന്റ് ആണ്, അല്ലെ? എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു 1, അപ്പൊ y എക്സ് y മൈനസ് 2y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. 2y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2y സ്ക്വയർ ബൈ 2. 2 കട്ട് ചെയ്തു. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കി, ആദ്യത്തെ കേസിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ്ഡ് 4. അപ്പൊ അതിൽ എക്സ് സ്ക്വയർ എക്സും കട്ടായി പോകും, എക്സ് സ്ക്വയർ കട്ടായി പോകും. ബാക്കി മൈനസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ്ഡ് 4 ഡി എക്സ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് പുറത്തേക്ക് എടുത്തു. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1. ആ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ്ഡ് 4 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ്ഡ് 4/4 മൈനസ് എക്സ് റേസ്ഡ് 5/5. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് കിട്ടും നമുക്ക് മൈനസ് ഓഫ് 1/4 മൈനസ് 1/5, 5 മൈനസ് 4/20 മൈനസ് 1/20.
ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസർ എന്താണ്? -1/20. ഇതെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ആയിട്ട് ഫോർമുല ഫോർ ഗ്രീൻ സീറം, അങ്ങനെ ഗ്രീൻ സീറത്തിന്റെ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് അവിടെ കിട്ടും. അതിനുശേഷം എഫ് ഐഡന്റിഫൈ ചെയ്യുക, ജി ഐഡന്റിഫൈ ചെയ്യുക. എഫും ജി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ജി ബൈ ഡോ എക്സ് കാണാം, ഡോ എഫ് ബൈ ഡോ വൈ കാണാം. ഇതിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഡി എന്നുള്ള എന്ത് ചെയ്യണം? ഡി വൈ ഡി എക്സ് എന്നോ ഡി എക്സ് ഡി വൈ എന്ന് എടുക്കുക. ഡി വൈ ഡി എക്സ് എടുക്കുകയാണെങ്കിൽ വൈയുടെ എക്സിന്റെ ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാൻ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിൽ നിന്ന് കോമൺ റീജിയൻ കണ്ടുപിടിക്കുക. ആ കോമൺ റീജിയനിൽ സ്ട്രിപ്പ് പാരലൽ ടു വൈ ആക്സിസ് വരച്ച് ചെയ്യുമ്പോൾ വൈയുടെ ലോവർ ലിമിറ്റും വൈയുടെ അപ്പർ ലിമിറ്റും കിട്ടും. അതുപോലെ തന്നെ രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ ലോവർ ലിമിറ്റും കിട്ടും, അപ്പർ ലിമിറ്റും കിട്ടും. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദ ഫൈനൽ ആൻസർ വിൽ ബി -1/20. കേട്ടോ? എല്ലാവരും എഴുതിയെടുത്തോളൂ. ഓക്കെ.